നമ്മൾ ഇന്ന് പറയുന്നത് പഴയ കാലത്ത് അല്ലെങ്കിൽ മുൻപ് സ്ഥിരമായി ചെയ്തിരുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയാം. പഴയ കാലത്ത് അല്ലെങ്കിൽ മുൻപ് സ്ഥിരമായി ചെയ്തിരുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയാം. മുൻപ് സ്ഥിരമായി ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ കാര്യം ചെയ്യാറില്ല എന്നല്ലേ? ഇത്തരം സെന്റൻസുകൾ നമുക്ക് യൂസ് ടു ഉപയോഗിച്ചുകൊണ്ട് പറയാം. എങ്ങനെയാണെന്ന് നോക്കാം. ദാ ഫസ്റ്റ് സെന്റൻസ്, ഞാൻ പതിവായി സിഗരറ്റ് വലിക്കുമായിരുന്നു. ഞാൻ പതിവായി സിഗരറ്റ് വലിക്കുമായിരുന്നു. പഴയ ശീലമാണല്ലേ, ഇപ്പൊ ആ ശീലം ചെയ്യാറില്ല. ഐ യൂസ് ടു സ്മോക്ക്. ഐ യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ് പതിവായി, റെഗുലർലി. റെഗുലർലി. ഐ യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ് റെഗുലർലി. ഞാൻ പതിവായി സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ പഴയ ഒരു ശീലം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ യൂസ് ടു ഉപയോഗിച്ചത്. അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ പതിവായി സന്ധ്യയ്ക്ക് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഞാൻ പതിവായി സന്ധ്യയ്ക്ക് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ഞാൻ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുമായിരുന്നു? ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെ കളിക്കുന്ന ഒരു ശീലം എനിക്കില്ല. ഞാൻ ദിവസവും രാത്രി സ്റ്റോറി ബുക്സ് വായിക്കുമായിരുന്നു. ഞാൻ ദിവസവും രാത്രി സ്റ്റോറി ബുക്സ് വായിക്കുമായിരുന്നു. അപ്പൊ മുൻപാണ് അങ്ങനെ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ശീലം എനിക്കില്ല. എൻ്റെ പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഐ യൂസ് ടു റീഡ് സ്റ്റോറി ബുക്സ് എവറി നൈറ്റ്. എവറി നൈറ്റ്. ഐ യൂസ് ടു റീഡ് സ്റ്റോറി ബുക്സ് എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രി ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സ്റ്റോറി ബുക്സ് വായിക്കുമായിരുന്നു. അവൾ ഞങ്ങളുടെ നൈബർ ആയിരുന്നു. അവൾ ഞങ്ങളുടെ നൈബർ ആയിരുന്നു. ഷീ യൂസ്ഡ് ടു ബി our neighbor. She used to be our neighbor. അവൾ ഞങ്ങളുടെ നൈബർ ആയിരുന്നു. പാസ്റ്റിൽ സ്ഥിരമായിട്ടുണ്ടായ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. She used to be our neighbor. അവൾ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നു. അവൾ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോ അമ്പലത്തിൽ പോകുക എന്നത് അവളുടെ ഒരു ശീലമായിരുന്നു. ഇപ്പോ അവൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. She used to go to temple every day. She used to go to temple every day. എല്ലാ ദിവസവും അവള് അമ്പലത്തിൽ പോകുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് ടു. ഇനി ഈ സെന്റൻസ് നോക്കിയേ. അവൾ കുട്ടിയായിരുന്നപ്പോ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നില്ല. അവൾ കുട്ടിയായിരുന്നപ്പോ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നില്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് പതിവായി ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു കാര്യം ശീലമായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ്. ഇതും നമുക്ക് യൂസ് ടു ഉപയോഗിച്ച് തന്നെ എഴുതാം. She did not used to go to temple when she was a child. കുട്ടിയായിരുന്ന സമയത്ത് സ്ഥിരമായി അമ്പലത്തിൽ പോകുമായിരുന്നില്ല. നോക്കി, did not used to. നേരത്തെ നമ്മൾ പറഞ്ഞ used to, ഇതിനെ തന്നെയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് എഴുതിയിരിക്കുന്നത്? did not എന്ന് ആക്കിയിരിക്കുന്നത്. ഡിഡ് ചേർത്ത് എഴുതുമ്പോൾ പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഡി ചേർക്കാൻ പാടില്ല. She did not used to go to temple when she was a child. അവള് കുട്ടിയായിരുന്ന സമയത്ത് എന്തൊരു ശീലം ഉണ്ടായിരുന്നില്ല? ഡെയിലി അമ്പലത്തിൽ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല.
അപ്പോ ഇല്ല എന്ന അർത്ഥത്തില്, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിൽ പറയാനും നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യാം? യൂസ് ടു തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നേരിട്ട് യൂസ് ടു അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിഡ് നോട്ട് യൂസ് ടു എന്നാണ് പറയുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഇഷ്ടമായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഇഷ്ടമായിരുന്നില്ല. ഇഷ്ടമായിരുന്നില്ല എന്ന് ഇവിടെ പറയുന്നതിന്റെ ഒരു അർത്ഥം കഴിക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഐ ഡിഡ് നോട്ട് യൂസ് ടു ലൈക്ക് അല്ലെങ്കിൽ ഈറ്റ് എന്ന് പറയാം. ലൈക്ക് വെജിറ്റബിൾസ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. സ്കൂളിലായിരുന്ന സമയത്ത് എനിക്ക് വെജിറ്റബിൾസ് ഒന്നും അത്ര ഇഷ്ടമായിരുന്നില്ല. ഐ ഡിഡ്ന്റ് യൂസ് ടു ലൈക്ക് വെജിറ്റബിൾസ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. അപ്പോ ഒരു കാര്യം ചെയ്തിരുന്നില്ല എന്ന് പറയാനും യൂസ് ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയണമെന്ന് മാത്രം. ഐ ഡിഡ്ന്റ് യൂസ് ടു ലൈക്ക് വെജിറ്റബിൾസ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ആദ്യം നമ്മള് പതിവായി ചെയ്യാറുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല എന്ന രീതിയിലാണ് സെന്റൻസുകൾ പറഞ്ഞത്. ഇനി ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. അവൾ അങ്ങനെ ചെയ്യുമായിരുന്നു. മുൻപ് അവൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ടു തന്നെയാണ്. ശീലമായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്, പതിവായി ചെയ്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനും യൂസ് ടു തന്നെ ഉപയോഗിക്കാം. നോക്കിയേ, അവൻ പുക വലിക്കാറുണ്ടായിരുന്നു. അവൻ പുക വലിക്കാറുണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹി യൂസ് ടു സ്മോക്ക്. നേരത്തെ ചെയ്യാറില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഡിഡ് ആദ്യം എഴുതിയെന്ന് മാത്രം. എപ്പോഴും ക്വസ്റ്റ്യൻ ആവുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് ആണ് മുന്നിലേക്ക് വരുന്നത്. ഡിഡ് ഹി യൂസ് ടു സ്മോക്ക്, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഡിഡ് ഹി യൂസ് ടു സ്മോക്ക്, അവൻ പതിവായി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഞാൻ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കാം? ഡിഡ് ഷീ യൂസ് ടു ഗോ ടു ടെമ്പിൾ ഡെയിലി. ദിവസവും അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ഷീ യൂസ് ടു ഗോ ടു ടെമ്പിൾ ഡെയിലി. ഞാൻ പതിവായി ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഞാൻ പതിവായി ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു റീഡ് എ ലോട്ട്. ഞാൻ പതിവായി ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു റീഡ് എ ലോട്ട്. അപ്പോ ഞാൻ പതിവായി ഒരുപാട് വായിക്കാറുണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് യൂസ് ടു റീഡ് എ ലോട്ട്. റീഡ് എ ലോട്ട്, ഞാൻ പതിവായി ഒരുപാട് വായിക്കാറുണ്ടായിരുന്നില്ല. ഇനി ഇതേ കാര്യം നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അവനോ അവളോ പതിവായിട്ട് വായിക്കാറുണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് ചോദിക്കാം, ഡിഡ് ഹി യൂസ് ടു റീഡ് എ ലോട്ട്? ഡിഡ് ഹി യൂസ് ടു റീഡ് എ ലോട്ട്? അവൻ പതിവായി വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ 3 സെന്റൻസ് എഴുതിയിരിക്കുന്നതും യൂസ് ടു ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് യൂസ് ടു ആണ്. പാസ്റ്റ് ഹാബിറ്റ്സ്, മുൻപ് ശീലമായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട്. ഇനി ഇത് തന്നെ നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞല്ലേ, അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന അർത്ഥത്തില്. ഇനി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവിടെയും നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്തത്? യൂസ് ടു തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പതിവായി അങ്ങനെ ചെയ്യുമായിരുന്നോ
എന്നിങ്ങനെയുള്ള അർത്ഥത്തിലും യൂസ് ടു യൂസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.